നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFന് തിരിച്ചടിയേറ്റാൽ LDF കൺവീനർ EP ജയരാജന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. വൻ തിരിച്ചടി നേരിട്ടാൽ കൺവീനർ പദവി EP ജയരാജൻ രാജിവെക്കുമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന വിവരം. നേരത്തെ EP ജയരാജൻ LDF കൺവീനർ സ്ഥാനം പാർട്ടിക്കുള്ളിൽ തനിക്കെതിരെ നടക്കുന്ന ഗൂഢ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച രാജ്യസന്നദ്ധത അറിയിച്ചതാണ്. എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം ഇതിന് അനുവാദം നൽകിയിരുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി തുടരുന്ന അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൺവീനർ സ്ഥാനം വിട്ടൊഴിഞ്ഞ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനാണ് ജയരാജന്റെ നീക്കം. തിരഞ്ഞെടുപ്പിൽ പ്രതികൂലമായ വിധി എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് പാർട്ടി നേതൃത്വവും EP ജയരാജനും പുറമേക്ക് തള്ളിക്കളയുന്നുണ്ടെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക CPMനെ തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം തന്റെ രാജിയിലൂടെ EP ജയരാജൻ ഏറ്റെടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും പാർട്ടിക്കുള്ളിൽ ചോദ്യമുനകൾ ഉയരും. ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുകയെന്ന രാഷ്ട്രീയ തന്ത്രമാണ് EP ജയരാജൻ സ്വീകരിക്കാൻ സാധ്യതയുള്ളത്. വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് മുൻപായി പുതിയൊരു LDF കൺവീനറെ നിയോഗിക്കുകയെന്നത് CPMന് അത്ര എളുപ്പമാകില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് LDFനെ പ്രതിസന്ധിയിലാക്കിയ കൺവീനറാണ് EP ജയരാജൻ. ദല്ലാൽ നന്ദകുമാറുമായുള്ള EPയുടെ വഴിവിട്ട ബന്ധം മുഖ്യമന്ത്രിയടക്കം തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ കഷ്ടിച്ച് പാർട്ടി നടപടിയിൽ നിന്നും ഒഴിവായ EP ജയരാജൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. പാർട്ടി നടപടി ഉണ്ടാകുമെന്ന സൂചന നിലനിൽക്കവേ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്തിരിയാനാണ് EP കരുക്കൾ നീക്കുന്നത്. എന്നാൽ EP ജയരാജനെ പോലുള്ളൊരു ഉന്നത നേതാവ് മുന്നണിയിൽ നിന്നും മാറി നിൽക്കുന്നത് CPM നേതൃത്വത്തെ പ്രതിസന്ധിയിലേക്കാൻ സാധ്യത ഏറെയാണ്. എന്നാൽ LDF കൺവീനർ എന്ന നിലയിൽ EP ജയരാജന്റെ പ്രവർത്തനം പരാജയമാണെന്ന വാദം മുന്നണിയിലെ മറ്റു പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. ദല്ലാൽ നന്ദകുമാർ വിവാദത്തിൽ EPയെ വിമർശിച്ചുകൊണ്ട് CPI സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നിരുന്നു. ഇടതു മുന്നണി യോഗങ്ങൾ പോലും EP ജയരാജൻ കൃത്യമായി വിളിക്കാറില്ലെന്നും തിരുവനന്തപുരത്തിന് പകരം കണ്ണൂർ കേന്ദ്രീകരിച്ചാണ് EP ജയരാജൻ പ്രവർത്തിക്കുന്നതെന്നും ആരോപണം ഘടകകക്ഷികൾക്കുണ്ട്. ഇതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യത്ത് BJP മുന്നേറ്റം നടത്തുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിയിരിക്കുകയാണ് LDF കൺവീനർ EP ജയരാജൻ. ഇപ്പോൾ പുറത്തുവന്ന എക്സിറ്റ് പോളുകൾ സംശയാസ്പദമാണെന്നും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും LDF കൺവീനർ EP ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എക്സിറ്റ് പോളുകൾ തയ്യാറാക്കിയ ദേശീയ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടാകുമെന്നും BJPയും മോദിയും പറഞ്ഞതുപോലുള്ള ഫലമാണ് പുറത്തു വന്നതെന്നും EP കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ശാസ്ത്രീയമായ നിഗമനത്തിന്റെയോ ജനങ്ങളുടെ പൊതുവികാരങ്ങളെ നിരീക്ഷിച്ചോ അടിസ്ഥാനമാക്കിയല്ല എക്സിറ്റ് പോൾ നടത്തുന്നത്. അതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് LDF സംശയിക്കുന്നുണ്ട്. BJP നേതാക്കൾ നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രവചനമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ അത് വിശ്വസനീയമല്ല. ഇതുവരെ BJP പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള ഒരു നിലപാടാണ് എല്ലാ എക്സിറ്റ് പോളുകളും സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി നേതാക്കൾ പറഞ്ഞതുപോലെ വോട്ടെണ്ണൽ സമയത്ത് അതീവ ജാഗ്രതയുണ്ടാകണം. എല്ലാ മേഖലയിലും ജാഗ്രതയോടെ ചിന്തിക്കേണ്ടതുണ്ടെന്ന ഇന്ത്യ മുന്നണിയുടെ നിലപാട് ശരിവെക്കുന്നതാണ് എക്സിറ്റ് പോൾ ഫലമെന്നും EP ജയരാജൻ ചൂണ്ടിക്കാണിച്ചു. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വളരെ പരിമിതമാണ്. ജനങ്ങളുടെ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനാകുന്നില്ല. കേരളം മതനിരപേക്ഷതയുടെ നാടാണ്. ന്യൂ ജനറേഷൻ വിദ്യാസമ്പന്നരുമാണ്. ലോകകാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണ്. അവരുടെ നിലപാട് തന്നെ മതനിരപേക്ഷതയാണ്. അതിനാൽ തന്നെ BJP കേരളത്തിൽ വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. 2 ദിവസം മാത്രമല്ലേ ഉള്ളൂ വോട്ടെണ്ണലിന് ബാക്കിയുള്ളൂവെന്നും അപ്പോൾ എല്ലാം വ്യക്തമാകുമെന്നും EP പറഞ്ഞു. അതേസമയം എക്സിറ്റ് പോൾ ഫലപ്രഖ്യാപനത്തിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്ത് വന്നിരുന്നു. കേരളത്തിൽ LDFന്റെ വിജയത്തിൽ ആശങ്കയില്ലെന്നും 12 സീറ്റുകൾ മുന്നണി നേടുമെന്നുമാണ് MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചത്. എക്സിറ്റ് പോൾ നട്ടപ്രാന്താണെന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചെയ്തതും. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.